ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടത്. അപ്പം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ നല്ല നല്ല കൂട്ടുകാരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ പൂവി. പൂവി എന്ന് വെച്ചാൽ മെഹറൂസ് എന്നാണ് അവളുടെ യഥാർത്ഥ പേര്. അപ്പം ഞങ്ങളെല്ലാവരും പൂവി പൂവി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയ വിശേഷങ്ങളും പുറത്തു പോയ കുറച്ച് കാഴ്ചകളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അവൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫുഡൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞാനൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ആദ്യം ഫാൻസിക്കാടെ വീട്ടിലാണ് വന്നത്. ഫാൻസിക്കാടെ വൈഫാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് കറിയും അപ്പവും പിന്നെ മസാല ദോശയൊക്കെ തയ്യാറാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ. പിന്നെ അതിന് ശേഷമാണ് അവർ ട്രെയിനിലാണ് എൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പം ഞാൻ പിന്നെ അവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോഴേക്കും അവർ വരുന്നതിന് മുമ്പ് എല്ലാം തയ്യാറാക്കി വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാം ചെയ്തു തുടങ്ങിയത്. അപ്പം ഏകദേശമൊക്കെ ജോലികളൊക്കെ ഞാൻ ഒതുങ്ങിയായിരുന്നു അവർ വരുന്നതിന് മുന്നേ. ഇപ്പം പായസത്തിനുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറുത്തിടുകയാണ്. നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നൊന്നും കേട്ടോ. ഒരുപാട് സന്തോഷവും എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കിയ വിഭവങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മീൻകറി, പിന്നെ മോരുകറി, പിന്നെ കുറച്ച് ചിക്കൻ കറി, പിന്നെന്താ കപ്പ വേവിച്ചതുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൾ വരുന്നതിന് മുമ്പേ എൻ്റെ ജോലികളെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് തീർക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പം പിന്നെ അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. അവരെത്തി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അവർക്കങ്ങനെ ജ്യൂസൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ പൂവിയും മോളും ഇക്കായുമാണ് വന്നത്. നല്ലൊരു മോളാണ് കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു മോളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ആ മോള്. നമ്മൾ ഒരു അതിഥിയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അവരുടെ എല്ലാവരും പെരുമാറ്റം. അങ്ങനെ അവർ കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ പൂവിയാണ് വിളമ്പി കൊടുക്കുന്നതൊക്കെ കേട്ടോ. ആ മോളൂസ് നല്ലൊരു മോളാണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിട്ട്. അപ്പോൾ നമ്മൾക്കൊരു അതിഥിയെ പോലൊന്നും അല്ല, നമ്മളൊരു വീട്ടിലെ സ്വന്തം ആൾക്കാരെ പോലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം ഞാനും പൂവിയും കൂടെ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തു പോയി. അപ്പോൾ ആദ്യം ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ചുള്ള യാത്രയേ ഉള്ളൂ. പെട്ടെന്ന് പോകാൻ പറ്റും, എളുപ്പമാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് അവർക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അവിടെ കുറച്ച് നേരം മാത്രമേ നിന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ വേളിയിലാണ് പോയത്. വേളി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി. നല്ല ഭംഗിയാണ് കേട്ടോ വേളിയിൽ പോയി കാഴ്ചകളൊക്കെ കാണാനും. അവിടെ നല്ല പാർക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകൾ. ഞായറാഴ്ച അല്ലാത്തത് കൊണ്ട് അവിടെ തിരക്കൊക്കെ കുറവായിരുന്നു. ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കായിരിക്കും. കൊച്ചു കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലൊക്കെ ആടാനുള്ള പാർക്കും കാര്യങ്ങളും പിന്നെ ബോട്ടിൽ പോകാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ
ലുലു മാളിലൊക്കെ പോകണമെന്നൊക്കെ കരുതിയതാണ്. അപ്പം ഞങ്ങളത് വേറൊരു ദിവസത്തേക്കിന് മാറ്റി. ശനിയാഴ്ച പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ശനിയാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങിയടിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. മാഷാ അള്ളാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോവളത്താണ് എത്തിയത്. അപ്പോൾ കോവളത്ത് പൂവിക്കൊരു റിലേറ്റീവ് ഉണ്ട്, അവിടെ തങ്ങാനാണ് അവർ വന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ എല്ലാം അടിച്ച് പൊളിച്ച് കറങ്ങി അടിച്ചിട്ടാണ് അവരുടെ അടുത്തിട്ട് പോയത്. ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ ശനിയാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ ലുലു മാളും ഒക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ഈ ഒരു നിമിഷം എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. എൻ്റെ പൂവി, എൻ്റെ കൽബായ, എൻ്റെ കരളായ എൻ്റെ പൂവി എൻ്റെ കൂടെ ഒരു ദിവസം മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം അവളുമായിട്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴേ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.